സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 48-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 59 ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 1. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. 2. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചെല്ലാമാണ് പരാമർശിക്കുന്നത്? ഉത്തരം ഏലിയ, എലീഷ, എസക്കിയ, ഏശയ്യ. 3. പ്രഭാഷകൻ 48-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം ഏലിയ. 4. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം ഏലിയ. 5. ഏലിയായുടെ വാക്കുകൾ ജ്വലിച്ചത് എങ്ങനെ? ഉത്തരം പന്തം പോലെ. 6. ജനത്തിന് മേൽ ക്ഷാമം വരുത്തിയതാര്? ഉത്തരം ഏലിയ പ്രവാചകൻ. 7. ഏലിയായുടെ തീക്ഷ്ണതയിൽ സംഭവിച്ചതെന്ത്? ഉത്തരം ജനത്തിൻ്റെ എണ്ണം ചുരുങ്ങി. 8. ഏലിയ ആകാശവാതിലുകൾ അടച്ചതെങ്ങനെ? ഉത്തരം കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട്. 9. ഏലിയ അഗ്നിയിറക്കിയത് എത്ര പ്രാവശ്യം? ഉത്തരം 3 പ്രാവശ്യം. 10. അത്ഭുത പ്രവൃത്തികളിൽ മഹത്വമുള്ളവയെന്ന് പറയുന്നത് ആരെ പറ്റി? ഉത്തരം ഏലിയ പ്രവാചകനെ പറ്റി. 11. അത്ഭുത പ്രവൃത്തികളുടെ പേരിൽ ഡാഷ് മറ്റാരുണ്ട്? പൂരിപ്പിക്കുക. ഉത്തരം അഭിമാനിക്കാൻ കഴിയുന്നവർ. 12. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചതെങ്ങനെ? ഉത്തരം അത്യുന്നതൻ്റെ വാക്കുകൊണ്ട്. 13. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നതിന് തുല്യമായ വാക്ക് ഏത്? ഉത്തരം പാതാളത്തിൽ നിന്ന്. 14. ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ? ഉത്തരം രാജാക്കന്മാരെ. 15. കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെ? ഉത്തരം പ്രസിദ്ധന്മാരെ. 16. ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വെച്ച്? ഉത്തരം സീനായിൽ വെച്ച്. 17. ഹൊറബിൽ വെച്ച് ഏലിയ ശ്രവിച്ചത് എന്ത്? ഉത്തരം പ്രതികാരത്തിൻ്റെ വിധികൾ. 18. ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തതെന്തിന്? ഉത്തരം ശിക്ഷ നടത്താൻ. 19. തന്നെ പിന്തുടരാൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെ? ഉത്തരം പ്രവാചകന്മാരെ. 20. ആഗ്നേയശങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഏലിയ സംവഹിക്കപ്പെട്ടത് എങ്ങനെ? ഉത്തരം ചുഴലിക്കാറ്റിൽ. 21. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം അതിനെ തണുപ്പിക്കാൻ. 22. പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കാനോ ഏലിയ തിരിച്ചു വരുന്നതെന്ന്? ഉത്തരം നിശ്ചിത സമയത്ത്. 23. ഏലിയായുടെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്ന പഴയ നിയമ ഭാഗമേത്? ഉത്തരം മലാക്കി 4:5. 24. പ്രഭാഷകൻ 48:11 അവർ അനുഗ്രഹീതർ, അവർ എന്നും ജീവിക്കും ആര്? ഉത്തരം ഏലിയായി കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും. 25. പ്രഭാഷകൻ 48:11 രണ്ടാം ശീർഷകം എന്ത്? ഉത്തരം എലീഷ. 26. ചുഴലിക്കാറ്റ് ഏലിയായി വലയം ചെയ്തപ്പോൾ സംഭവിച്ചത് എന്ത്? ഉത്തരം ഏലീഷായിൽ ഏലിയായുടെ ചൈതന്യം നിറഞ്ഞു. 27. ജീവിതകാലത്ത് ആരുടെ മുമ്പിൽ ഏലീഷ പൈന്നു പറച്ചില്ല? ഉത്തരം ഭരണാധികാരികളുടെ മുന്നിൽ. പ്രഭാഷകൻ 48:12 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം 2 രാജാക്കന്മാർ 2:9-15. 29. മരിച്ചിട്ടും പ്രവചിച്ചത് ആര്? ഉത്തരം ഒന്നും ദുസാധ്യമായിരുന്നില്ലാത്ത എലീഷ. 30. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും എലീഷ ചെയ്തതെന്ത്? ഉത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 31. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും എലീഷ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ടും ജനം എന്തു ചെയ്തില്ല? ഉത്തരം അനുതപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയില്ല. 32. ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയത് എവിടെ നിന്ന്? ഉത്തരം സ്വദേശത്ത് നിന്ന്. 33.
ഭൂമിയിലെങ്ങും ചിതറിയ ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം അവശേഷിച്ചതെവിടെ? ഉത്തരം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ. 34. ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചതായി 48:16 പറയുന്നതാര്? ഉത്തരം ദാവീദിന്റെ ഭവനത്തിൽ അവശേഷിച്ചവരിൽ ചിലർ. 35. ദാവീദിന്റെ ഭവനത്തിൽ അവശേഷിച്ചവരിൽ ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചപ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്തു? ഉത്തരം പാപത്തിൽ മുഴുകി. 36. പ്രഭാഷകൻ അധ്യായം 48 മൂന്നാം ശീർഷകം എന്ത്? ഉത്തരം ഹെസക്കിയ ഏശയ്യ. 37. നഗരം മതിൽ കെട്ടി ഉറപ്പിച്ച ശേഷം ഹെസക്കിയ ചെയ്തത് എന്ത്? ഉത്തരം നഗരത്തിൽ ജനം കൊണ്ടുവന്നു. 38. ഹെസക്കിയ ഇരുമ്പ് കൊണ്ട് എന്തെല്ലാം ചെയ്തു? ഉത്തരം പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. 39. പ്രഭാഷകൻ 48:17 സാമ്യമുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം 2 രാജാക്കന്മാർ 20:20, ഏശയ്യ 22:11. 40. ഹെസക്കിയായുടെ നാളുകളിൽ യൂദ രാജ്യം ആക്രമിച്ചത് ആര്? ഉത്തരം സെന്നാകെരീബ്. 41. സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയത് ആര്? ഉത്തരം സെന്നാകെരീബ് അയച്ച റബ്ഷക. 42. പ്രഭാഷകൻ 48:18 സംഭവങ്ങൾ വിവരിക്കുന്ന ബൈബിൾ ഭാഗമേത്? ഉത്തരം 2 രാജാക്കന്മാർ 18:13-19. 48. 43. റബ്ഷക അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ സംഭവിച്ചതെന്ത്? ഉത്തരം ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. 44. ജനം കഠിനവ്യത അനുഭവിച്ചത് ആരെ പോലെ? ഉത്തരം ഈറ്റി നോവെടുക്കുന്ന സ്ത്രീയെ പോലെ. 45. പ്രഭാഷകൻ 48:20 പ്രകാരം ജനം കൈകൾ ഉയർത്തി ആരെ വിളിച്ചപേക്ഷിച്ചു? ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ. 46. ജനത്തിന്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ചതാര്? ഉത്തരം പരിശുദ്ധനായവൻ. 47. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് ആരു വഴി അവരെ രക്ഷിച്ചു? ഉത്തരം യെശയ്യാ വഴി. 48. ആരുടെ പാളയമാണ് കർത്താവ് തകർത്തത്? ഉത്തരം അസിറിയക്കാരുടെ. 49. അസിറിയക്കാരെ മായ്ച്ചു കളഞ്ഞതാര്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. 50. ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതായി പറയുന്നതാര്? ഉത്തരം ഹെസക്കിയ. 51. ഉന്നതനും വിശ്വാസനും ദർശനത്തോടു കൂടിയവനും ആര്? ഉത്തരം യെശയ്യാ പ്രവാചകൻ. 52. യെശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് ഹെസക്കിയ ആരുടെ മാർഗത്തിൽ ഉറച്ചു നിന്നു? ഉത്തരം തൻ്റെ പിതാവായ ദാവീദിന്റെ. 53. ഏത് പ്രവാചകന്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത്? ഉത്തരം യെശയ്യാ പ്രവാചകന്റെ. 54. യെശയ്യാ വഴി ആരുടെ ആയുസ് ദീർഘിച്ചു? ഉത്തരം ഹെസക്കിയ രാജാവിൻ്റെ. 55. പ്രഭാഷകൻ 48:23 സംഭവങ്ങൾ വിവരിക്കുന്ന ബൈബിൾ ഭാഗമേത്? ഉത്തരം 2 രാജാക്കന്മാർ 20:4-11, യെശയ്യാ 38:4-8. 56. ആത്മാവിന്റെ ശക്തിയാൽ അവസാന നാളുകൾ ദർശിച്ചത് ആര്? ഉത്തരം യെശയ്യാ പ്രവാചകൻ. 57. എവിടെ വിലപിച്ചു കൊണ്ടിരിക്കുന്നവരെയാണ് യെശയ്യാ ആശ്വസിപ്പിച്ചത്? ഉത്തരം സിയോനിൽ. 58. എപ്പോൾ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങളാണ് യെശയ്യാ വെളിപ്പെടുത്തിയത്? ഉത്തരം കാലത്തിന്റെ സമാപ്തിയിൽ. 59. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ യെശയ്യാ വെളിപ്പെടുത്തിയിരുന്നത് എന്ന്? ഉത്തരം അവ സംഭവിക്കുന്നതിന് മുമ്പ്. വരെ ഈ ഒരു വീഡിയോയിൽ പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട 51 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക, മനഃപ്പാഠമാക്കുക. ലോഗോസ് ക്വിസിൻ്റെ മറ്റു പഠന ഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ഈ യൂട്യൂബ് ചാനലിലെ മറ്റു വീഡിയോസുകളും കാണാവുന്നതാണ്. നന്നായി പഠിച്ച് ലോഗോസിന് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.